നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 16-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 2-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ്. ശുഭനക്ഷത്രം, ശുഭദിനം. അവിട്ട നക്ഷത്രം ശുഭ ദിനവും ശുഭ ദിവസവും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ശുഭദിനവും ശുഭനക്ഷത്രവും വന്നാൽ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിന് വേണം ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും, നമുക്ക് അനുകൂലപ്രദമായി കലാശിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഒരു കാര്യങ്ങളിലും അറച്ചു നിൽക്കാതെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. കാരണം ഇറങ്ങുന്ന കാര്യങ്ങൾ നല്ലതായി വരുമെന്ന് കണ്ടാൽ നമുക്ക് ആ ദിവസത്തെ മാക്സിമം യൂസ് ചെയ്യാം. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മിഥുന മാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തരും. വളരെ നേട്ടത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ, സാമ്പത്തിക പുരോഗതി, ജോലിയിൽ പുരോഗതിയൊക്കെ ഒപ്പം തന്നെ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ വിദേശ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർ, വിദേശത്ത് പഠിക്കാൻ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഒക്കെ ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ യഥേഷ്ടം ഈ സമയത്തെ വിനിയോഗിക്കണം. അതുപോലെ ഇന്നത്തെ ദിവസവും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. രാഹുകാലം നോക്കി പോവാം എന്ന് പറഞ്ഞാൽ, രാഹു എന്ന് പറയുന്നത് സർപ്പമാണ്. ഈ യാത്രയ്ക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ രാഹുകാലത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ ഇട്ട് ചുറ്റിക്കും. നമ്മൾ സമയത്തിന് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെയാവും. അതുകൊണ്ടാണ് രാഹുകാല സമയം നോക്കി ഇറങ്ങാൻ പറയുന്നത്. 7:42 തൊട്ട് 9:16 വരെ രാഹുകാല സമയം. അപ്പോൾ 9:16 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ 9 മണിക്ക് രാഹുകാലം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങരുത്. അതുപോലെ 7:30 തുടങ്ങൂല. 7:42 രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് ശരിക്കും 2 മണി മുതൽ 3:34 വരെ ഗുളികനും, യമകണ്ഠകാല സമയം വരുന്നത് 10:51 തൊട്ട് 12:25 വരെയും യമകണ്ഠകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. കാരണം നമുക്ക് നല്ല ദിവസമെന്ന് പറഞ്ഞെങ്കിൽ പോലും ചില സമയങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:01 തൊട്ട് 12:49 വരെ 48 മിനിറ്റ് നേരം. അത് എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്കും വെള്ള കളറോ പേളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.